നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ ഇക്വഡോറിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരം ഏഞ്ചൽ ഡി മരിയ നേടിയ ഗോളാണ് അർജന്റീനയ്ക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ക്യാപ്റ്റൻ ലയണൽ മെസ്സി മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാം പകുതിയിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് വരികയായിരുന്നു. ഇനി അർജന്റീന ഗോട്ടിമാലക്കെതിരെ ഒരു സൗഹൃദ മത്സരം കൂടി കളിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനയുടെ പ്ലാനുകളും ഷെഡ്യൂളുകളും പ്രമുഖ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റൻ എഡൂൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മത്സരം ഷിക്കാഗോയിൽ വെച്ചുകൊണ്ടായിരുന്നു അർജന്റീന കളിച്ചിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അർജന്റീന മയാമിയിലേക്ക് തന്നെ ട്രാവൽ ചെയ്യും. നിലവിൽ അർജന്റീൻ ക്യാമ്പ് മയാമിയിലാണ് ഉള്ളത്. അവിടെ ഇനി 4 ട്രെയിനിങ് സെഷനുകൾ കൂടിയാണ് അവശേഷിക്കുന്നത്. അതിനുശേഷമാണ് വാഷിംഗ്ടണിലേക്ക് അർജന്റീന യാത്ര ചെയ്യുക. അവിടെ വെച്ചുകൊണ്ടാണ് ഗോട്ടിമാലക്കെതിരെയുള്ള സൗഹൃദ മത്സരം അർജന്റീന കളിക്കുന്നത്. വരുന്ന ജൂൺ 15-ാം തീയതി ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30-നാണ് നമുക്ക് ഈ ഒരു മത്സരം കാണാൻ സാധിക്കുക. അതിനുശേഷം മയാമിയിലേക്ക് തന്നെ അർജന്റീന തിരിച്ചെത്തും. മാത്രമല്ല, നിലവിൽ അർജന്റീനയുടെ സ്ക്വാഡിൽ 29 താരങ്ങളാണ് ഉള്ളത്. അതിൽ നിന്ന് 3 പേരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കോപ്പ അമേരിക്കക്കുള്ള ഫൈനൽ സ്ക്വാഡ് പരിശീലകൻ സ്കലോണി പ്രഖ്യാപിക്കുകയും ചെയ്യും. അർജന്റീനയുടെ കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിലെ എതിരാളികൾ കാനഡയാണ്. വരുന്ന ജൂൺ 21-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5:30-നാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. അർജന്റീന വിജയിച്ചുകൊണ്ട് തുടങ്ങും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ലയണൽ മെസ്സിയിൽ തന്നെയാണ് ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.